ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. ഡൽഹി വിഗ്യാൻ ഭവനിൽ 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 6-7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും. വികസിത ഇന്ത്യയ്ക്കായി വോട്ട് രേഖപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി വോട്ടർമാർക്ക് കത്തെഴുതി. ന്യൂസ് ഡെസ്കിൽ നിന്നും രാകേഷ് വിവരങ്ങളുമായി ചേരും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും വി വിനോദും, കോഴിക്കോട് നിന്നും MS അനീഷ് കുമാറും, കൊച്ചിയിൽ നിന്നും ഡാനി പോളും. ഞാൻ ആദ്യം ലേക്ക് പോകുന്നു. വളരെ നിർണായകമായ ഒരു ദിവസം, രാജ്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് ഔദ്യോഗികമായി കടക്കുന്ന ദിവസം എന്ന് തന്നെ പറയാം. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വരുമ്പോൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത് രാജ്യം? അശ്വതി, രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഏതായാലും പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രഖ്യാപനമാണ്. കാരണം 2019 മാർച്ച് 10 തീയതിയാണ് വോട്ടെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ഏതു ദിവസം വേണമെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏതായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായ ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ കമ്മീഷൻ അംഗങ്ങളായി 2 പേർ കൂടി ചുമതലയേറ്റു. അതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ ഏതായാലും പ്രഖ്യാപനം വരുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ കമ്മീഷൻ പൂർത്തിയാക്കുകയും വിവിധ സംസ്ഥാനങ്ങൾ, ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കമ്മീഷൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഏതായാലും പ്രഖ്യാപനം നടക്കുന്നത്. 3 മണിക്ക് ഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇനി അറിയേണ്ടത് എത്ര ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക, ഒപ്പം എന്ന് വോട്ടെടുപ്പ് ആരംഭിക്കും, കേരളത്തിൽ എന്നാണ് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ എന്നാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 3 മണിക്ക് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും. ഈ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും തീയതികൾക്കൊപ്പം വിവിധ ഘട്ടങ്ങൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏത് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 7 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. അതായത് ഏപ്രിൽ 11 ആരംഭിച്ച് മെയ് 23 വോട്ട് എണ്ണുന്ന രീതിയിലുള്ള ക്രമീകരണമായിരുന്നു കമ്മീഷൻ നടത്തിയത്. അതേപോലെ തന്നെ 7 ഘട്ടമായിരിക്കുമോ തെരഞ്ഞെടുപ്പോ, അതോ അതിൽ കുറയുമോ അതിൽ കൂടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും 6-7 ഘട്ടമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണ് സാധ്യത. കാരണം 97 കോടി വോട്ടർമാരാണ് 2014 രാജ്യം ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കുക. അത് കഴിഞ്ഞ തവണത്തെ കണക്കുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 6 കോടി വോട്ടർമാരുടെ വർധനവുണ്ട്. അപ്പോൾ സ്വാഭാവികമായും 6-7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണ് സാധ്യത. കാരണം സുരക്ഷാ വിഷയങ്ങളുണ്ട്, പല സംസ്ഥാനങ്ങളിലും അക്രമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ട്രൂപ്പ് മൂവ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് തീയതികൾ പ്രഖ്യാപിക്കുക. ഏതായാലും 3 മണിക്കാണ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചത്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രചാരണമൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. ബി.ജെ.പിയും കോൺഗ്രസും 2 ഘട്ടങ്ങളായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബി.ജെ.പിയുടെ 265 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ ആദ്യഘട്ടത്തിൽ 39 പിന്നീട് 43 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ LDF-ഉം UDF-ഉം പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. ബി.ജെ.പിയുടെ NDA-യുടെ 6 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. അതുകൂടി വരുമ്പോൾ സംസ്ഥാനത്തെ ചിത്രവും ഏതായാലും പൂർണ്ണമാകും. ഏതായാലും 3 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു കത്ത് വോട്ടർമാർക്കായി വന്നിരുന്നു. അതിന്റെ ഉള്ളടക്കം എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഒരു കത്ത് വോട്ടർമാർക്കായി എഴുതിയിരിക്കുന്നത്. ആ കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വികസിത ഇന്ത്യക്കായി വോട്ട് രേഖപ്പെടുത്ത, ഒപ്പം നിൽക്കണം തുടങ്ങിയ വാക്കുകൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ് എന്ന് പ്രധാനമന്ത്രി സൂചിക്കുന്നതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം അടുത്തിടെയാണ് ലാലു പ്രസാദ് യാദവ്, RJD നേതാവ് ലാലു പ്രസാദ് യാദവ് അടുത്തിടെ പ്രധാനമന്ത്രിക്ക് കുടുംബമില്ല, അതുകൊണ്ടാണ് കുടുംബ ആധിപത്യമാണ് പല പാർട്ടികളും എന്ന വിമർശനം ഉന്നയിക്കുന്ന അടക്കമുള്ള വിമർശനം ലാലു പ്രസാദിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് BJP നേതാക്കളൊക്കെ തന്നെ മോദിക്ക് പരിവാർ എന്ന് അവരുടെ ട്വിറ്റർ ഹാൻഡിലും മറ്റും മാറ്റിയത്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് തന്നെ ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യക്തമാണ് അത്തരത്തിലൊരു ക്യാമ്പയിൻ BJP ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് രാജ്യമാണ് തന്റെ കുടുംബം എന്ന സന്ദേശം BJP ആദ്യം നൽകി. അതിന് പിന്നാലെ പ്രധാനമന്ത്രി തന്നെ അത്തരമൊരു പരാമർശം പൊതുസമ്മേളനത്തിൽ തന്നെ അത്തരമൊരു പരാമർശം നടത്തിയിരുന്നു, രാജ്യമാണ് തന്റെ കുടുംബം എന്ന്. ഇപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് ഏതായാലും ഒരു കത്ത് കൂടി പ്രധാനമന്ത്രി അയച്ചിരിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ രംഗം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. മാത്രവുമല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയൊക്കെ ഇന്ന് സമാപിക്കുന്ന സാഹചര്യം കൂടി ഏതായാലും നിലവിലുണ്ട്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങൾ കൂടുതൽ പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് വിവിധ റാലികളുമായി സജീവമാകാൻ പോവുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളും പാർട്ടി നേതാക്കളും. അശ്വതി, രാജേഷ്, ഇന്ന് നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ടത് ആന്ധ്രാപ്രദേശ് അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം, ആ തീയതി സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുകയാണ്. മറ്റൊന്ന് കശ്മീരിന്റെ കാര്യവും.
4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഏതായാലും ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പാണ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒപ്പം തന്നെ ഒഡീഷ. സാധാരണഗതിയിൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പൊപ്പം തന്നെയാണ് നടക്കാറുള്ളത്. ആന്ധ്രയിൽ മാത്രമല്ല, തെലങ്കാനയിലും ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടക്കാറുള്ളത്. പക്ഷേ 2018 അവിടെ സർക്കാർ നേരത്തെ രാജിവെച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയതുകൊണ്ടാണ് ആ ഒരു ഷെഡ്യൂളിൽ പിന്നീട് മാറ്റം വന്നത്. ജമ്മു കശ്മീരിലും ഏതായാലും കമ്മീഷൻ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ സന്ദർശനം നടത്തിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അവിടെ 2 ദിവസം സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ജമ്മു കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ സുപ്രീം കോടതി ഉത്തരവ് തന്നെയുണ്ട് ജമ്മു കശ്മീരിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകേണ്ടതുണ്ട് എന്ന്. അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ അന്നാണ് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും അത്തരമൊരു ഉത്തരവ് വിജ്ഞാപനം ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും വരും. കാരണം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുമ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും. അപ്പോൾ അവർക്കൊക്കെ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിലെ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അശ്വതി. ശരി, രാകേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ തിരുവനന്തപുരത്തെ ഒരു ആവേശം, തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം മുന്നണികൾ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? പ്രചാരണം ഏതുവരെ എത്തി? തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിക്കുമ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും ആ പ്രചാരണം കൊഴുക്കുക? അശ്വതി, വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തിറങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി ചിത്രം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇന്ന് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു. പക്ഷേ വളരെ മുൻപ് തന്നെ തിരുവനന്തപുരത്ത് കാര്യങ്ങൾ ചൂടുപിടിച്ചിട്ടുണ്ട്. വോട്ടർമാരെ നേരിട്ട് കാണുന്ന നടപടികളിലേക്കെല്ലാം തന്നെയും സ്ഥാനാർത്ഥികൾ പോയി. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കാണുക, ദേവാലയങ്ങൾ സന്ദർശിക്കുക, അമ്പലവും പള്ളികളും മസ്ജിദുകളും എല്ലാം സന്ദർശിക്കുക, പൊതുപരിപാടികളിൽ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും നടക്കുന്ന പൗരസമിതികളും മറ്റും സംഘടിപ്പിക്കുന്ന പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുക, ദേവാലയങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുക, ഈ തരത്തിലൊക്കെയും സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ നിറഞ്ഞു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ച് അവർ A+ മണ്ഡലം എന്ന നിലയ്ക്ക് കാണുന്ന ഒരിടമാണ് തിരുവനന്തപുരം. നേരത്തെയൊക്കെയും വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലം. നമുക്കറിയാം, ശശി തരൂർ 3 തവണയായി ഇവിടെ MP ആയി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് 2014 തിരഞ്ഞെടുപ്പ് നമുക്കറിയാം. ഇന്ന് 15,000 വോട്ടിന് മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ ഇവിടുത്തെ വിജയം. അതായത് വളരെ ടൈറ്റ് ഫൈറ്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നൊരു സമയമായിരുന്നു. 4 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തുന്ന സാഹചര്യമുണ്ടായി. നേമത്ത് മാത്രമാണ് ഇതുവരെ ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിച്ചിട്ടുള്ളത്. പക്ഷേ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. വലിയ വേരോട്ടമുള്ള സ്ഥലമാണ് BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം. തീരദേശ വോട്ടുകളിലാണ് പ്രധാനമായും UDF കണ്ണുവച്ചിട്ടുള്ളത്. അവിടെയും ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് BJP. ലത്തീൻ സഭയുടെ ഒരു സ്ഥാനാർത്ഥി, ഒരുപക്ഷെ സഭ നേരിട്ട് തന്നെ അല്ലെങ്കിൽ കൂടി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അവിടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്ന ഒരു തന്ത്രത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. അത് ആർക്ക് ഗുണകരമാകും എന്നതടക്കമുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. നാടാർ സമുദായത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. അതായത് പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടുന്ന നാടാർ വോട്ടുകളുണ്ട്, ആ വോട്ടിൽ വിള്ളലുണ്ടാക്കുക, അങ്ങനെ പല തരത്തിലുള്ള ആലോചനകളും തന്ത്രങ്ങളും ഒക്കെയും പയറ്റുന്നുണ്ട്. നേരത്തെ തന്നെ ഇവിടെ MP ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹമാണ് CPIയുടെ സ്ഥാനാർത്ഥി. ജനകീയനാണ്, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. അദ്ദേഹം സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന ആളാണ്. അദ്ദേഹമാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ലാളിത്യമുള്ള ജീവിതമാണ്, ഏറ്റവും പേരെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ്. ആ നിലയ്ക്ക് വലിയ മത്സരം നടത്താൻ കഴിയുമെന്ന് LDFും കരുതുന്നുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം 3 തവണയായി MP ആയി തുടരുന്ന ഒരു ഇടമാണ്. മറ്റൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. നമ്മൾ ആറ്റിങ്ങലിൻ്റെ കാര്യം കൂടി പരിശോധിക്കണം. അവിടെയും വളരെ തീപാറുന്ന ഒരു പോരാട്ടം തന്നെയാണ്. 3 സ്ഥാനാർത്ഥികളും ഇതിനകം തന്നെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. കേന്ദ്രമന്ത്രി V മുരളീധരൻ അവിടെ വലിയ ജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. BJP പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ആറ്റിങ്ങൽ. അവിടെയും ഈ തരത്തിലുള്ള സാമുദായിക വോട്ടുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും നടക്കുന്നത്. 3 പേരും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ടിൻ്റെ ഗതി എന്താകും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ. അടൂർ പ്രകാശ്, അദ്ദേഹം സിറ്റിംഗ് MP ആണ്, മുൻ മന്ത്രിയാണ്, വളരെ ജനകീയനാണ്.
ഒരുപക്ഷെ UDFിൻ്റെ ബാലികേറാമല എന്ന് കരുതിയിരുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ. അവിടെ തുടരെ LDF ജയിച്ചിരുന്നൊരു ഇടമാണ്. സമ്പത്തിനെ പരാജയപ്പെടുത്തി അദ്ദേഹം അപ്രതീക്ഷിതമായ, അല്ലെങ്കിൽ ഒരിക്കലും ജയിക്കില്ല, UDF ജയിക്കില്ല എന്ന് കരുതിയ ഇടത് കോട്ടയെന്ന് കരുതുന്ന ആറ്റിങ്ങലിൽ വിജയിച്ച ആളാണ്, സിറ്റിംഗ് MP ആണ്. അതേസമയം LDFിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് വി ജോയ്. അദ്ദേഹം MLA ആണ്, DCS ആയിരുന്നു, അതായത് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന പദത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കാൻ വരുന്നത്. നല്ല ഒന്നാന്തരം സംഘാടകനാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായുള്ള ബന്ധം, അദ്ദേഹത്തിന് സംഘടനാ തലത്തിൽ ഉള്ള ഒരു സ്വാധീനം, താഴെത്തട്ടിലെ ജനങ്ങളുമായുള്ള അടുപ്പം, ഇതെല്ലാം തന്നെയും വി ജോയ്ക്കും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിലും വലിയ മത്സരമാണ് നമ്മൾ. വിനോദ്, ഈ മണ്ഡലങ്ങളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ സമയം, അതായത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം എന്ന നിർണായക ദിവസമാണല്ലോ ഇന്ന്. പല മുന്നണികളും പല കാര്യങ്ങളും ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും പഴയ പല കാര്യങ്ങളും അവരുടെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാനും ഒക്കെ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവാണ് ഈ തീയതി പ്രഖ്യാപിച്ച ശേഷമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയാവുക? പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ 2 മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് വിനോദ്? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തന്നെ അത് ഈ 2 മണ്ഡലങ്ങളിലും ഒരുപോലെ ചർച്ചയാവുന്നൊരു വിഷയമാണ് വിഴിഞ്ഞം തുറമുഖം. ഒന്നാമത്തെ വികസന വിഷയമായി ഉയർന്നു വരുന്നത് വിഴിഞ്ഞമാണ്. അത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു വ്യവസായ ഇടനാഴി അല്ലെങ്കിൽ സാമ്പത്തിക ഇടനാഴിയായി മാറാൻ പോകുന്ന ഒരിടമാണ് വിഴിഞ്ഞം. ലോകം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിഴിഞ്ഞം വഴിയാകും എന്ന തരത്തിലുള്ള വലിയ പ്രചരണം. അവിടെ ആര് MP ആയി വരണം, അല്ലെങ്കിൽ ഏത് ഭരണമാണ് നല്ലത്, കൂടുതൽ ജനകീയമായി അല്ലെങ്കിൽ ഈ വികസന വിഷയങ്ങളിൽ ഇടപെടുന്ന ആര് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. പലവിധ അവകാശവാദങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി BJP നേതാക്കൾ അതിൽ അവകാശം ഉന്നയിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇത് തുടക്കം കുറിച്ചതും അതിനു മുൻപ് തന്നെ LDFിൻ്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ, അതായത് ഓഖിയും കോവിഡും പ്രളയവും ഒക്കെയും ഉണ്ടായ സമയത്ത് പോലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ കരിങ്കലിൻ്റെയൊക്കെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു വികസന പദ്ധതിയുടെ ഇപ്പോഴുള്ളൊരു വേഗം പരിശോധിക്കുമ്പോൾ വിഴിഞ്ഞം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അത് LDF സർക്കാർ കൃത്യമായി അവരുടെ ഒരു ക്രെഡിറ്റായി തന്നെയാണ് പറയുന്നത്. മെയ് മാസത്തിൽ കപ്പലെടുക്കും എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ക്രെയിനുകളുമായുള്ള കപ്പലുകൾ വരുന്നുണ്ട്. കണ്ടെയ്നറുമായുള്ള കപ്പൽ എത്തുന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമായും തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തന്നെയാണ് ചർച്ചയാകുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം IT രംഗത്തിന് കൂടി ഒരു ഊന്നൽ നൽകുന്നുണ്ട്. IT-യുമായി ബന്ധപ്പെട്ട ആളാണ്, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ടെക്നോ പാർക്കൊക്കെയും തിരുവനന്തപുരത്ത് വന്നെങ്കിൽ കൂടിയും, രാജ്യത്തെ ആദ്യത്തെ പാർക്കുകളിൽ ഒന്നായി വന്നെങ്കിൽ കൂടിയും, പിന്നീട് കർണാടകയോ തമിഴ്നാടോ ഒക്കെയും കൈവരിച്ച വേഗം കേരളത്തിലുണ്ടായില്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ AI സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ തരത്തിലുള്ള പുതിയ കാല നൂതനമായ IT രംഗത്തെ വികസനം അത് കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം പരമ്പരാഗത മേഖലകളെയും അദ്ദേഹം സ്പർശിക്കുന്നുണ്ട്. ശശി തരൂർ അദ്ദേഹവും കൃത്യമായി ഇതുവരെ നടപ്പാക്കിയ വികസനങ്ങൾ, മണ്ഡലത്തിൽ പ്രധാനമായും നടപ്പാക്കിയ വികസനങ്ങൾ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹവും ആ വികസനം. ഇതൊക്കെ എങ്ങനെ വോട്ടാകുമെന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഡാനി, കൊച്ചി എങ്ങനെയാണ് ഈ ഒരു കൊച്ചിയുടെ പൊതുചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം എവിടെ എത്തി നിൽക്കുന്നു? പ്രചരണം എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, എറണാകുളം പാർലമെന്റ് മണ്ഡലം ഇതിൽ വളരെ ആദ്യം പ്രഖ്യാപിച്ചത്, തുടക്കത്തിൽ ഏറ്റവും സ്ഥാനാർത്ഥിയായി വന്നത്, ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ KJ ഷൈൻ്റെയാണ്. CPM-ന്റെ KJ ഷൈൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യം ആ പ്രഖ്യാപനത്തിലേക്ക് വന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെയും ഈ സ്ഥാനാർത്ഥി സിറ്റിംഗ് MP ആയ ഹൈബീഡൻ തന്നെയാണ് എന്നത് UDF-ൻ്റെതായ നേരത്തെ തന്നെ ഉറച്ച രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അനൗദ്യോഗികമായി ആ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ വലിയ രീതിയിലേക്ക് പ്രചാരണ രംഗത്ത് രണ്ടുപേരും തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം 2020 സ്ഥാനാർത്ഥി എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് 2 ഇടങ്ങളിലാണ് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒന്ന് ചാലക്കുടിയിലും ഒന്ന് എറണാകുളത്തുമാണ് ഉള്ളത്. ഇവിടെ അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ് മത്സര രംഗത്ത് ഉള്ളത്.
ഇവർ മൂന്ന് പേരുമുള്ളപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം BJPയുടെ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ എന്നാണ്. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഇന്ന് 3 മണിയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്ന ഈ ഒരു ഘട്ടത്തിലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെയും NDA എത്തിയിട്ടില്ല എന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. എറണാകുളത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചില്ല. ഇപ്പോഴും ചർച്ചകൾ തുടർന്ന് പല പേരുകളും അടക്കം ഉയർന്നു വരുന്നുണ്ട്. മേജർ രവിയുടേതടക്കമുള്ള പേരുകൾ വരുന്നു. ഒപ്പം ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ പേരടക്കം വരുന്നു. പക്ഷേ ഇതൊരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്താനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തായാലും പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും അവരുടെ പ്രചാരണ പരിപാടികൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. KJ ഷൈനിലൂടെ മണ്ഡലത്തിൽ ഒരു അട്ടിമറി സൃഷ്ടിക്കാൻ വീണ്ടും കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ ഉള്ളത്. വളരെ തുടക്കത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ പലപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ പൊതുരംഗത്ത് അത്ര കണ്ട് സജീവമല്ലാത്ത പലരെയും തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നു. പലപ്പോഴും കനത്ത രീതിയിൽ തന്നെ അതിനെല്ലാം തന്നെ തിരിച്ചടി നേരിട്ട സന്ദർഭങ്ങളുണ്ട്. പാർട്ടിക്കകത്തു നിന്ന് തന്നെ അതിന് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. KJ ഷൈൻ കഴിഞ്ഞ കുറേ അധികം നാളുകളായി വളരെ സജീവമായിട്ട് തന്നെ CPMൻ്റെയും മറ്റ് സംഘടനകളിലുമെല്ലാം തന്നെയും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അത്ര പരിചിതം അല്ലാത്തൊരു കാര്യവുമൊന്നുമല്ല. കൗൺസിലറായിട്ട് പറവൂരിൽ അവരുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പ്രചാരണ പരിപാടികൾ തുടക്കത്തിലേ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ രീതിയിലേക്ക് CPMൻ്റെ പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ എല്ലാം ചിട്ടയായ ഒരു പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നമുക്കറിയാം. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്, വളരെ അടുക്കും ചിട്ടയുമുള്ളതാണ്. ഇതെല്ലാം ശരിയാണെങ്കിൽ കൂടിയും ചില സന്ദർഭങ്ങളിലൊഴികെ മറ്റെല്ലാ സമയത്തും തന്നെയും എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം എന്നത് എപ്പോഴും UDFന് കോൺഗ്രസിന് ഉറച്ച ഒരു സീറ്റ് തന്നെയാണ്. അത് ഇത്തവണയും അത് ഉറപ്പിക്കും എന്ന വാശിയിൽ തന്നെയാണ് UDF കേന്ദ്രങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഹൈബി കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയ ഒരു പ്രവർത്തനങ്ങൾ കാര്യങ്ങളും ഇതെല്ലാം തന്നെ അവർക്ക് ഹൈബിക്ക് മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. വിവിധ വികസന പദ്ധതികൾ, എറണാകുളം ജനറൽ ആശുപത്രിയുടെ വികസന പദ്ധതികൾ, അങ്ങനെ മറ്റ് കാര്യങ്ങൾ, ഭവന പദ്ധതികളടക്കം MP എന്ന നിലയിൽ നടപ്പാക്കുന്നത് ഇതെല്ലാം തന്നെയും കൂടുതൽ സ്വീകാര്യത നൽകും എന്ന പ്രതീക്ഷയിലാണുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ UDF കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി കൂടുതൽ വ്യക്തമാകേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമാണ്. നിലവിൽ ആരുടെയും തന്നെ പേരുകളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അതാണ് കേരളത്തെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ്, ഡാനി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ തൃശ്ശൂർ കൂടി ഒന്ന് എടുത്തു പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, പ്രചാരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ്? പ്രത്യേകിച്ച് NDAക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കേന്ദ്രമന്ത്രിമാരടക്കം കേന്ദ്ര നേതാക്കളടക്കം അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അശ്വതി, തൃശ്ശൂർ മണ്ഡലം നമ്മുടെ ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നു എന്നതാണ്. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാണുന്നു. പ്രത്യേകിച്ച് അഭിപ്രായ സർവേകളിലെല്ലാം തന്നെ, വോട്ടെടുപ്പ് സർവേകളിലെല്ലാം തന്നെയും മധ്യ കേരളത്തിൽ ഒരു സീറ്റ് NDAക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. അത് ആ ഫോക്കസ് ചെന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. കൂടുതൽ സാധ്യതകളിലേക്ക് ചെന്ന് നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹമായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നെല്ലാം തന്നെ അറിയാമായിരുന്നു. പ്രധാനമന്ത്രി തന്നെ അവിടേക്ക് മറ്റു സ്വകാര്യ പരിപാടിയായാലും അതോടൊപ്പം തന്നെ BJPയുടെ ഔദ്യോഗിക പരിപാടിയായാലും അവിടേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ ഈ തുടക്കത്തിലെ തന്നെ ഇളക്കി മറിച്ചിട്ടൊരു ഭൂമികയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ ആർക്ക് നേട്ടം കൊയ്യാൻ കഴിയും എന്നതാണ് ഉറ്റുനോക്കുന്നത്. അവിടെ K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ അവസാന മിനിറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് UDF കോൺഗ്രസ് വളരെ നാടകീയമായ രീതിയിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. നിലവിലുണ്ടായ സിറ്റിംഗ് MP TN പ്രതാപനെ തന്നെ മാറ്റിക്കൊണ്ട് അവിടേക്ക് വളരെ നാടകീയമായിട്ടാണ് K മുരളീധരൻ കടന്നു വരുന്നത്. അത് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഇതിൻ്റെ സഹോദരി BJPയിലേക്ക് പോയതടക്കമുള്ള സാഹചര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അത്തരമൊരു ട്വിസ്റ്റിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്തു.
ഒപ്പം ഇപ്പോഴുള്ള മത്സരരംഗത്തുള്ള LDFിൻ്റെ സ്ഥാനാർത്ഥി CPIയുടെ VS സുനിൽകുമാറാണ്. മണ്ഡലത്തിൽ വളരെയധികം സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. തൃശ്ശൂരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം അസംബ്ലിയിലേക്ക് പലതവണ എത്തിയിട്ടുണ്ട്, മന്ത്രിയായിരുന്നു. വിപുലമായ സ്വാധീനങ്ങളും വ്യക്തിബന്ധങ്ങളുമുള്ള VS സുനിൽകുമാർ. അതോടൊപ്പം തന്നെയാണ് K മുരളീധരനും മണ്ഡലം അത്ര അപരിചിതമൊന്നുമല്ല, വളരെയധികം വളക്കൂറുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന് അദ്ദേഹത്തിൻ്റെ പിതാവ് K കരുണാകരൻ എല്ലാം തന്നെയും വളരെയധികം വ്യക്തിബന്ധങ്ങൾ ആഴത്തിലുള്ളൊരു ഭൂമി കൂടിയാണ്. ഇതിനെല്ലാം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഒരു തേരോട്ടം അവിടെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സജീവമായിരുന്നു. വളരെയധികം പേരിലേക്ക് പ്രചാരണ പരിപാടികളുമായി ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി അവിടെ നിന്ന് ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. അതാണ് കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ, ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്, നിർണായകമായ ദിവസം. എന്താണ് കോഴിക്കോടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? കോഴിക്കോട് ജില്ലയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്. 2 മണ്ഡലങ്ങളിലും തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. നേരത്തെ തന്നെ 2 മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ ആയി. എന്നാൽ വടകര കുറച്ചുകൂടി സർപ്രൈസ് എൻട്രി എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പലിൻ്റെ വരവാണ്. അവിടുത്തെ സിറ്റിംഗ് MP ആയ K മുരളീധരൻ തൃശ്ശൂരിലെ പോര് നയിക്കാനായി തൃശ്ശൂരിലേക്ക് പോയപ്പോൾ പകരം പാലക്കാട് നിന്നും ഷാഫിയെ ഇവിടേക്ക് നിയോഗിച്ചതാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അവസാന സർപ്രൈസായി പുറത്തു വന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന് K മുരളീധരൻ ആകുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഒക്കെ പതിച്ച ഘട്ടത്തിൽ KK ശൈലജയാണ് CPMൻ്റെ ഏറ്റവും ജനകീയ മുഖം, ഏറ്റവും ജനസമ്മതിയുള്ള നേതാക്കളിൽ ഒരാളായ KK ശൈലജ അവിടെ തൻ്റെ പ്രചാരണം ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ CPM കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഇടത് ക്യാമ്പുകളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഷാഫി പറമ്പിൽ വടകര പട്ടണത്തിലേക്ക് എത്തിയത്. വലിയ വരവേൽപ്പ് ഈ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പാലക്കാട്ട് നിന്നും അവരുടെ പ്രവർത്തകർ ഷാഫിയെ യാത്ര അയച്ചപ്പോൾ ഇവിടെ വലിയ ആഘോഷപൂർവ്വം ഏതാണ്ട് 3-3.5 മണിക്കൂർ വടകര പട്ടണം തന്നെ നിശ്ചലമാവുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ്, അല്ലെങ്കിൽ അത്ര വലിയൊരു ആൾക്കൂട്ടമാണ് ഷാഫിയെ സ്വീകരിക്കാനായി വടകരയിൽ എത്തിയത്. പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങളിലും ഇതേ രീതിയിൽ തന്നെയുള്ള പേരാമ്പ്രയിലായാലും കൊയിലാണ്ടിയിലായാലും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ജനക്കൂട്ടം ഉണ്ട്. അത് പതിവ് ഷാഫിയുടെ ശൈലിയിൽ തന്നെ ഒരു ഓളം സൃഷ്ടിച്ച് വോട്ട് തേടുക എന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. മറുവശത്ത് KK ശൈലജ ടീച്ചറുടെ പരിപാടികളിലും ഇതേ രീതിയിൽ ഓളം പ്രകടമാണ്, വലിയ ജനക്കൂട്ടം പ്രകടമാണ്. അവർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സ്ത്രീകളും കുട്ടികളും അമ്മമാരുമൊക്കെയാണ് അവരെ കൂടുതലായി കാത്തിരിക്കുന്നത്. അങ്ങനെ 2 വശത്തും കരുത്തരായ 2 സ്ഥാനാർത്ഥികളെ ഇറക്കി. ഒരാൾ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനെങ്കിൽ മറുവശത്ത് അങ്ങേയറ്റം പരിചയസമ്പന്നയായ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാണ് CPM ഈ തെരഞ്ഞെടുപ്പ് നേടാൻ ഒരുങ്ങുന്നത്. ഈ LDFിൻ്റെ കോട്ടയാണ് വടകര എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി പാർട്ടിക്ക് ആ കോട്ട നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിലേക്ക് ഇത്തവണ CPM എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ സജീവമായി പ്രചരണം മുന്നോട്ട് നീങ്ങുന്നു. പ്രഫുൽ കൃഷ്ണ എന്ന താരതമ്യേന പുതുമുഖമായ മണ്ഡലത്തിൽ തന്നെയുള്ള ആളെയാണ് BJP കളത്തിലിറക്കി നിൽക്കുന്നത്. എന്തായാലും ഇടതും വലതും മുന്നണികൾ തമ്മിലുള്ള, അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ട് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്, അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുന്നു. ഒപ്പം ഈ പുറത്തു നിന്നുള്ള ആളുകളാണ് 2 പേരും ഇത്തവണ മത്സരിക്കുന്നത്, LDFും UDFും. അതുകൊണ്ട് തന്നെ ഈ വികസന വാഗ്ദാനങ്ങൾക്കൊക്കെ അപ്പുറം പൊതുവായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് അവിടെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. പ്രധാനമായും TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതിയുടെ 2ാമത്തെ വിധിയും മറ്റുമൊക്കെ വലിയ ചർച്ചയാവുന്നു. ഒപ്പം ഈ കേന്ദ്ര അവഗണന നിരന്തരം തുടരുമ്പോഴും UDFിൻ്റെ MPമാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. അത് സംസ്ഥാന സർക്കാരിന്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്നു എന്നാണ് ശൈലജ ടീച്ചർ വാദിക്കുന്നത്. ഒപ്പം ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായുള്ള മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രചാരണ വിഷയമായി ഇരു മുന്നണികളും ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം അതുതന്നെയാണ്. അത്തരത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന 1-2 മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും മുഖ്യമായി തന്നെ വരുന്ന ഒരിടമായി വടകര മാറിയിരിക്കുന്നു. മറുവശത്ത് കോഴിക്കോട് പരിശോധിച്ചാൽ 3 സ്ഥാനാർത്ഥികളും കരുത്തന്മാരാണ്. കാരണം MK രാഘവൻ എന്ന അവരുടെ ജനകീയനായ സിറ്റിംഗ് MP തന്നെ ആണ് കോൺഗ്രസ് ഇത്തവണ കളത്തിലിറക്കുന്നത്. മറുവശത്ത് CPMലെ ഏറ്റവും മുതിർന്ന, നിലവിൽ രാജ്യസഭ MP കൂടിയായ എളമരം കരീമിനെ ഇറക്കിയിരിക്കുന്നു. മറുവശത്ത് ഈ നാട്ടുകാരൻ തന്നെയായ കോഴിക്കോട് മത്സരിച്ച് പരിചയമുള്ള
MT രമേശ് എന്ന അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളെയാണ് BJP ഇറക്കിയിരിക്കുന്നത്. എന്തായാലും മൂന്നുപേരും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. വളരെ ശ്രദ്ധേയമായ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ടുണ്ട്. ഇവിടെയും പ്രധാന വിഷയവുമായി മാറിയിരിക്കുന്ന വികസനത്തിനപ്പുറം ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞാണ് മൂന്ന് മുന്നണികളും ആളുകളിൽ നിന്നും വോട്ട് പിടിക്കുന്നത്. നമുക്കറിയാം, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടായാലും പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആയാലും ഈ ന്യൂനപക്ഷ വിഷയങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുമ്പോൾ ഏറ്റവും അധികം ഈ പരിപാടികൾ നടക്കുന്ന ഒരു ഇടമാണ് കോഴിക്കോട്. ഈ CPM-ന്റെ സെമിനാർ ആയാലും കോൺഗ്രസിന്റെ ജനകീയ സദസ്സായാലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രചാരണ പരിപാടികൾ നടക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് മറ്റു വിഷയങ്ങളെല്ലാം വകഞ്ഞു മാറ്റി ഇപ്പോൾ CAA തന്നെയാണ് കോഴിക്കോട് പ്രധാന പ്രചാരണ വിഷയമായി മാറിയിരിക്കുന്നത്. മണ്ഡലം ഇപ്പോൾ കോഴിക്കോട് ഏറ്റവും പ്രധാന വിഷയമായി മാറിയിരിക്കുന്നത്. പ്രചാരണ രംഗത്തേക്ക് എത്തുമ്പോൾ അത് എങ്ങനെ വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും